ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് ശരത്തിൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. സിസ്റ്റർ പറഞ്ഞ പ്രകാരം തന്നെ കാർത്തികിൻ്റെ അടുത്തേക്ക് സുന്ദരിയും ശരത്തും കൂടി കാർത്തികിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഡോണർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാണ്. അപ്പോൾ സുന്ദരിക്ക് കമ്മീഷണർ ഫോണിൽ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർത്തികിനെ സുന്ദരി കാണുന്നില്ല കേട്ടോ. അങ്ങനെ സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് ശരത്താണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ശരത്ത് MK മാസ്റ്ററിനെ കണ്ടതോടുകൂടി നിങ്ങളാണോ മാഷാണോ വന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വിവരങ്ങളൊക്കെ തിരക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്നൊരു കുത്ത് കിട്ടിയതാണ് എന്നുള്ള കാര്യം ഒരാളെ ഉന്നം വെച്ചതാണ്. പക്ഷേ അവർക്ക് ഒരു ചെറിയ പെശക് വന്നുകൊണ്ട് അമ്മയ്ക്കാണ് കുത്ത് കിട്ടിയത് എന്നൊക്കെ ശരത്ത് MK മാസ്റ്ററായ കാർത്തികിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആർക്കാണ്? അതൊരു VIP ഫാമിലി ആയിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അതാരാ? അവരെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരെക്കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങുമ്പോഴാവും സിസ്റ്റർ പറയണേ, എന്നാൽ ബ്ലഡ് എടുക്കാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കാർത്തികിനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലെ റൂമിലേക്ക് അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ശരത്ത് അവിടെ കാത്തു നിൽക്കുക കേട്ടോ. അപ്പോഴാവും സുന്ദരി അവിടേക്ക് വരുന്ന എവിടെ ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് സുന്ദരിയും ശരത്തും കൂടി കാർത്തികിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോഴാവും വീണ്ടും കമ്മീഷണർ സുന്ദരിക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് മാഡം എത്രയും പെട്ടെന്ന് തന്നെ ഈ പാർക്കിലേക്ക് വരണം, അവിടെ CCTV ദൃശ്യത്തിൽ അവരെ പതുങ്ങിയിരിക്കുന്ന ഒരാളെ കൂടി കാണാൻ പറ്റുന്നുണ്ട്, അയാളെ കണ്ട സുന്ദരി മാഡത്തിന് തിരിച്ചറിയുമോ എന്നൊക്കെ നോക്കാലോ, അതുകൊണ്ട് മാഡം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നങ്ങ് പറയാണ്. അങ്ങനെ കാർത്തികിനെ കാണാൻ പറ്റാതെ വീണ്ടും സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാൻ. പിന്നീട് സുന്ദരി നേരെ ചെല്ലുന്നത് മാലിനിയുടെ അടുത്തേക്കും മഴയുടെ അടുത്തേക്കുമാണ് കേട്ടോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാവും സിസ്റ്റർ വന്നിട്ട് പറയുക, അത്യാവശ്യമായിട്ട് ഈ ഒരു മരുന്ന് ഫാർമസിയിൽ നിന്നും വാങ്ങണമെന്ന് പറയൂട്ടോ. അപ്പോൾ ലത പറയണേ, ഞാൻ വാങ്ങിച്ചോളാം മാഡം പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞിട്ട് സുന്ദരി തന്നെ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങാനാണ്ട് പോവാണ്. ഈ സമയത്ത് രക്തം കൊടുത്ത ശേഷം ശരത്തിനെയും കൂട്ടിയിട്ട് അമ്മയെ കാണണമെന്ന് പറയാണ് കാർത്തിക്. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ICUവിൻ്റെ ആ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ മാലിനിയും മഴയും ആദ്യമൊക്കെ ഉണ്ടാവും, ലതയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴാവും മഴ പറയാം, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം മാലിനി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി വാഷ്റൂമിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ ലത മാത്രമാണ് അവിടെ ഉണ്ടാവുക. കാർത്തികിനെ ലതയ്ക്ക് ശരത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഈ മാഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ നേരെ ഇന്ദുമതിയെ കാണാൻ വേണ്ടിയിട്ട് ICUവിലേക്ക് പോവുകയാണ്. അപ്പോൾ വിശദമായിട്ട് തന്നെ ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ബ്ലഡിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല, കാരണം അത്രയ്ക്ക് ആഴത്തിലൊന്നും മുറിവ് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്നൊക്കെ പറയാണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാനും പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പരിചയപ്പെടും, കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ബ്ലഡ് വേസ്റ്റ് ആയി പോയല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആവുന്നു, അത് ഞങ്ങൾ ബ്ലഡ് ബാങ്കിലേക്ക് തന്നെ വയ്ക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങളൊരു വലിയ സഹായമാണ് തന്നത്. ഇതുപോലെ ഒരുപാട് പെട്ടെന്നുള്ള എമർജൻസി വരുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ളവർ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ജീവൻ രക്ഷിക്കപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഡോക്ടറോട് പറയണം. അങ്ങനെ കാർത്തികിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഡോക്ടർ അങ്ങ് പറയണം കേട്ടോ. അങ്ങനെ ശരത്തും കാർത്തികും ഇന്ദുമതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുന്ദരി മരുന്നുമായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും മാലിനിയും കൂടി അവിടേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് എന്നാൽ ഈ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിയത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ICUവിൻ്റെ ഡോറിനകത്ത് മുട്ടുകയാണ്. അപ്പോൾ സിസ്റ്റർ വരികയാണ്. എന്നിട്ട് മരുന്ന് കൊടുക്കാണ്ടോ. എന്നിട്ട് ലതയോട് പറയും, ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ, എനിക്ക് കമ്മീഷണറുടെ അടുത്തേക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് നീ പറഞ്ഞാൽ മതി ലത എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് സുന്ദരിയും മാലിനിയും മഴയും കൂടി പോവാണ്. അങ്ങനെ ലതയുടെ അടുത്തേക്ക് ആദ്യം ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ICUവിനകത്ത് നിന്നും കാർത്തിക്കും ശരത്തും കൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ലത പറയുന്നുണ്ട് ശരത്തിനോട്, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇതുവരെയും ഇവിടേക്ക് വന്നിട്ടില്ല, സ്കൂട്ടറിൻ്റെ ചാവി എടുക്കാൻ വേണ്ടി പോയതാണ്, ഇനി ആളെ ഒന്ന് പോയി തിരയട്ടെ എന്ന് പറഞ്ഞിട്ട് ലതയും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ലത നേരെ ചെല്ലുമ്പോഴത്തേക്കും സുന്ദരി പോകുന്നത് മുരുകൻ കാണാൻ കേട്ടോ. അപ്പം മുരുകൻ ലതയുടെ അടുത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാവും. അങ്ങനെ സുന്ദരിയും മാലിനിയും കൂടി അവിടെ നിന്ന് വരിക എന്ന് കാണുമ്പോൾ മുരുകൻ അവിടെ ഒളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സുന്ദരി കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം നേരെ ലതയുടെ അടുത്തേക്ക് അങ്ങ് പോവാം കേട്ടോ. ലതയും മുരുകനും കൂടി ശരത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ICUവിൻ്റെ അവിടേക്ക് പോകുമ്പോഴാവും അവിടെ നിന്ന് കാർത്തിക് കൂടി അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ കാർത്തിക് പെട്ടെന്ന് മുരുകനെ കാണുമ്പോൾ, ഇതെന്താ കൃഷ്ണമാമയാണല്ലോ, കൃഷ്ണമാമ എന്താ ഇവിടെ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, കൃഷ്ണമാമ ഈ വേഷത്തിൽ എന്താ ഇവിടെ, പിന്നെ ഇതാരോ ഒപ്പം നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക് സ്വയം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുരുകൻ അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ കാർത്തിക് അവിടെ ഒളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുരുകനെ കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് അങ്ങ് കാർത്തിക് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ
മാനസിൻ്റെ അവിടെ പോയിട്ട് ശരത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ലതയും മുരുകനും കൂടി അവിടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് കാർത്തിക് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് വീട്ടിലെത്തിയ ശേഷം സുന്ദരിയോട് അച്ചമ്മ പറയുന്നുണ്ട്, ഈ ഒരു ജോലി വേണ്ടാന്ന് വെച്ചൂടെ മോളെ, എത്രത്തോളം അധികം നമ്മൾ ഭയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ആ ഒരു അപകടം ഇപ്പോൾ ശരത്തിൻ്റെ അമ്മയ്ക്കല്ല മഴമോൾക്കാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ മഴയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന വൈഗൊക്കെ ഇവിടേക്ക് എത്തും. അത് കഴിഞ്ഞ് ഇപ്പോൾ വൈദേഹിയും അടങ്ങിയിരിക്കില്ല, എല്ലാവരും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ കാട് കയറി ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഇത് എൻ്റെ മോളാണ്, എൻ്റെ മോളെ ആരും ഇനി ചോദിച്ചു വരില്ല. ഒരു വൈദേഹി മേടവും വരില്ല, ഒരു വൈഗാ മേടവും വരില്ല. ഇത് എൻ്റെ മോളാണ്, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മഴയാണെങ്കിലോ സുന്ദരിയുടെ മടിയിൽ കിടന്നങ്ങ് ഉറങ്ങാവും. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് നീ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പണികളൊക്കെ നിർത്തിയിട്ട് നീ പാവങ്ങളെ സഹായിച്ചോ. നീ എന്തിനെ ഈ പണക്കാരുടെ പുറകെ പോയിട്ട് വെറുതെ വയ്യാവേലി തലയിലേൽക്കുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചേക്കെന്ന് പറയുമ്പോൾ അച്ചമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് കാര്യങ്ങളും കടമ്പകളും കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. എൻ്റെ മനസ്സിൽ ആകെ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് കളക്ടർ ആവണം എന്ന് മാത്രം. അത് ഞാൻ സാധിച്ചു. ഇനി ആ കളക്ടർ പദവി എന്നിൽ നിന്ന് ഒഴിവാക്കണം എന്ന് അച്ചമ്മ എത്ര പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കില്ല. അത്രയ്ക്കധികം ആശിച്ച് കിട്ടിയ ജോലിയാണ് എനിക്കിത്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, പണക്കാരെ നിന്നും വിട്ടേക്ക്. നീ പാവങ്ങളെ സഹായിച്ചു അവരെ ഒന്ന് കണ്ണടച്ചേക്ക്. അവർ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, വെറുതെ വയ്യാവേലിയൊന്നും ഏൽക്കാൻ നിൽക്കണ്ട. നീ വിചാരിക്കുന്ന പോലെയല്ല, മുഴമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കത് താങ്ങാൻ പറ്റുമോ? പിന്നെ വൈകിയും വൈദ്യയും എല്ലാം തന്നെ നിന്നെ കുറ്റപ്പെടുത്താനാണ് ഇവിടേക്ക് വരികയുള്ളൂ എന്നൊക്കെ അങ്ങ് പറയാൻ. അപ്പോൾ സുന്ദരിക്ക് നല്ല വിഷമാവുക കേട്ടോ അച്ചമ്മയുടെ ആ സംസാരം കേൾക്കുമ്പോൾ. അപ്പോഴാവും ശരത്ത് അങ്ങ് വിളിക്കുന്നത്. ശരത്ത് പറയണേ, ഞങ്ങൾ അമ്മയും കൂട്ടി വീട്ടിലെത്തി എന്ന് പറയട്ടോ. ഇനി മുതൽ അമ്മയ്ക്ക് കുറച്ച് ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം, അടുക്കളയിൽ കയറുന്നതും എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാണ്. അതിന് സാറിന് വല്ലതും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയല്ലേ പഠിക്കുക, അതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടണം, മോനെ നാളെ സ്കൂളിൽ വിടേണ്ടതല്ലേ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും അച്ഛമ്മ അങ്ങ് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാൻ കേട്ടോ. എന്നിട്ട് ശരത്തിനോട് പറയാണ്, നിങ്ങൾ വീട്ടിലെത്തിയോ, ഇന്ദുമതിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ റെസ്റ്റിലെടുക്കുകയാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇന്ന് ഇന്ദുമതിക്കൊന്ന് ഫോൺ കൊടുത്തേ എന്നങ്ങ് പറഞ്ഞ ശേഷം ഇന്ദുമതിയുമായിട്ട് സംസാരിക്കുകയാണ്. നീ അവിടെ റെസ്റ്റ് എടുത്തോ, ഞാനും സുന്ദരിയും കൂടി നാളെ രാവിലെ തന്നെ അവിടേക്ക് വരും, എന്നിട്ട് പാചകമൊക്കെ സുന്ദരി തന്നെ അങ്ങ് ചെയ്യുമെന്നങ്ങ് പറയട്ടെ. അപ്പോൾ സുന്ദരി, എന്താ അച്ചമ്മ പറയുന്നത്, എനിക്ക് പറ്റില്ലല്ലോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതിൽ നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ശരത്തിനോട് പറയണേ, ഞങ്ങൾ നാളെ രാവിലെ അവിടേക്ക് വരും മോനെ എന്നങ്ങ് പറഞ്ഞിട്ട് അച്ചമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സുന്ദരി ആകെ അങ്ങ് കുഴയാണ്, ഈ അച്ചമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ അച്ചമ്മ പിന്നെ നീ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് കേട്ടാൽ മതി, ഇങ്ങനെ തന്നെയല്ലേ മുൻ കളക്ടറാണ് ആദ്യം ശരത്ത് ഉണ്ടായിരുന്നത്, അവൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിൽ എന്താ ഇത്ര തെറ്റുള്ളത്, നീ എൻ്റെ കൂടെ വരണം നാളെ എന്നും പറഞ്ഞിട്ട് സുന്ദരിയോട് അച്ചമ്മ അങ്ങ് പറയണം. ഈ സമയത്ത് ശരത്ത് ആദിയോട് പറയണം നാളെ സുന്ദരി വരുമെന്ന് കേട്ടപ്പോൾ ആദിക്ക് നല്ല സന്തോഷം വരിക കേട്ടോ. എന്നാൽ അങ്ങനെയാണെങ്കിൽ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറയുമോ, എന്ന് എനിക്ക് മഴയുടെ കൂടെ കളിക്കാലോ പഠിക്കാലോ, എനിക്കൊരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറയാം. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ശരത്ത് ആദിയോട് പറയുമ്പോൾ ആദിക്ക് നല്ല സന്തോഷം വരികയാണ്. അപ്പോൾ ഇന്ദുമതിക്കും നന്നായിട്ട് തന്നെ സന്തോഷം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് സുന്ദരി ഉറങ്ങാതെ പുറത്തിങ്ങനെ നടക്കുക കേട്ടോ, ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അച്ചമ്മ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സുന്ദരിക്കും ചെറുതായിട്ടൊരു പേടി വരികയാണ്. മഴയെ എന്നിൽ നിന്നും നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ചിന്ത കേട്ടോ. ഈ സമയത്ത് മാലിനി ഉറങ്ങാതെ റൂമിലൂടെ നടക്കുമ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉറങ്ങാത്തത്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും തന്നെ ഒന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ കാർത്തിക് അങ്കിളിനെ കണ്ടു എന്ന് പോലും ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങളത് തമാശയിലൂടെ എടുത്തു, ഇപ്പോൾ ഇതാ ഞാൻ സുന്ദരിയോട് പറഞ്ഞു, നിങ്ങളോടും പറയുന്നു, ഞാൻ കണ്ടു, അച്ഛനെ അവിടെ വെച്ച് കണ്ടു, ആ പാർക്കിൽ ആ അപകടത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കണ്ടത്. അപ്പം നിനക്ക് നിൻ്റെ അച്ഛനെ വിളിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല, പക്ഷെ ഞാനത് കണ്ടു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊക്കെ തമാശയാണെന്നും ഞാനൊരു പൊട്ടിയാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മാലിനി വിനീതിനോട് അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ ഒന്നങ്ങ് പരിഹസിച്ചുകൊണ്ട് തന്നെ ചിരിക്കുകയാണ്, നിൻ്റെ അച്ഛൻ ഇതുവരെയും പാൻറ്റും ഷർട്ടും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ നീ എങ്ങനെ പാൻറ്റും ഷർട്ടും ഇട്ട് നിൻ്റെ അച്ഛനെ കണ്ടത്, അതെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്, ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയണേ. എന്നിട്ട് മാലിനി വിനീതിനെ അവിടെ ഇരിക്കുന്ന തലേണ കൊണ്ടൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്നെ മണ്ടിയാക്കാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറയണേ. അപ്പോൾ നിനക്ക് ഇപ്പോൾ സുന്ദരിയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ
പെരുമാറുന്നത്. കാർത്തിക് തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ കളഞ്ഞതെങ്കിലും കൂടിയിട്ട് സുന്ദരി എന്ത് പഴിച്ചു, സുന്ദരിക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്, അതൊക്കെ ഒരു കണക്കിൽ അർത്ഥമുള്ളത് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് വിനീത് തിരുത്തി പറയുമ്പോഴും മാലിനി അതൊന്നും ഉൾക്കൊള്ളില്ല കേട്ടോ. പിന്നീട് വിനീത് അവിടെ നിന്ന് പോകുമ്പോൾ ലൈറ്റ് കാണുമ്പോൾ സുന്ദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ സുന്ദരി ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടായി ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു, ഞാൻ മാലിനിയുടെ കാര്യങ്ങളാണ് ഓരോന്ന് ആലോചിക്കുന്നത്. ആ മാലിനി ഇപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാനതൊരു തമാശ രൂപത്തിലാണ് കേട്ടത്. പക്ഷേ അവളുടെ മുന്നിൽ ഞാനത് ഗൗരവത്തോടു കൂടി കേട്ടാൽ ഇങ്ങനെയൊന്നും ആവില്ല, അതുകൊണ്ടാണ് ഞാനതൊരു തമാശ പോലെ അങ്ങ് ആക്കുന്ന രീതിയിൽ അങ്ങ് അവളോട് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, മാലിനി പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു കണക്കിന് എനിക്ക് വേണ്ടി തന്നെയാണ് കാർത്തിക് എന്നെ അപായപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോഴല്ലേ മാലിനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കാരണം. നീ എത്രയും പെട്ടെന്ന് ചേട്ടായി ഒരു നല്ല ഡോക്ടറെ കാണിച്ച് മാലിനിക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ള സങ്കടം നന്നായിട്ട് തന്നെയുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും കുറച്ച് ദിവസം മാലിനി ഇപ്പോൾ സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി താമസിക്കണം. മാമൻ്റെ അടുത്ത്, കൃഷ്ണമാമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കണം. എന്നാൽ അവളുടെ മൈൻഡൊക്കെ ഒന്ന് മാറുമല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ കൃഷ്ണമാമനെ കണ്ടു എന്നൊക്കെയാണ് മാലിനി പറയുന്നത് എന്ന് പറയുമ്പോൾ സുന്ദരി പറയണം, കൃഷ്ണമാമയാണെന്ന് പറഞ്ഞല്ലോ, അത് തള്ളിക്കളയണ്ട. അവൾ കണ്ടത് ഒരു പക്ഷേ മുരുകമാമനെ ആയിരിക്കും. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് മുരുകമാമൻ അവിടെ ചെന്നിരുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാലിനി കണ്ടത് മുരുകമാമയെ തന്നെയായിരിക്കും. അത് അവൾക്ക് അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് മനസ്സിലായി, പക്ഷേ അവളോട് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനതൊരു തമാശ രൂപത്തിൽ കേട്ട് അവളെ ഒന്ന് കളിയാക്കിയതൊക്കെ എന്ന് പറയണേ. എന്തായാലും എത്രയും പെട്ടെന്ന് മാലിനിയെ കൃഷ്ണമാമയുടെ അടുത്തേക്കും ശ്രീദേവി അമ്മയുടെ അടുത്തേക്കും പറഞ്ഞയക്കണം എന്നങ്ങ് സുന്ദരി തീരുമാനിക്കാൻ കേട്ടോ വിനീതനോട് പറഞ്ഞിട്ട്. എന്നാലാണ് മാലിനിയുടെ ചെറിയ ഒരു മാറ്റത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. മാലിനി ഇപ്പോൾ കുഞ്ഞില്ലാത്ത ആ ഒരു ദുഃഖം നല്ലോണം മാലിനിക്കുണ്ട് എന്നൊക്കെ പറയണം. അടുത്ത എപ്പിസോഡിൽ സുന്ദരിയും അച്ചമ്മയും കൂടിയിട്ട് ശരത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് ശരത്തിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ സുന്ദരിയാണ് അവിടെ പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് ശരത്തൊന്ന് അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ആ സമയത്ത് ശരത്തിൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സുന്ദരി അത് കാണുകയാണ്. അയ്യോ കയ്യ് പൊള്ളിയോ എന്നങ്ങ് ചോദിച്ചിട്ട് അവിടെയുള്ള ഒരു ഓയിൽമെൻ്റ് എടുത്ത് ശരത്തിൻ്റെ വിരലുകളിൽ അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരത്തും സുന്ദരിയും പരസ്പരം കണ്ണോട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുന്ദരിക്കും ശരത്ത് നോക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയ ഒരു നാണം വരുന്നുണ്ട്. ശരത്തിനും പെട്ടെന്ന് അങ്ങ് പരിസരം മറന്നിട്ടാണ് കേട്ടോ സുന്ദരിയെ ഒന്ന് നോക്കുന്നത്. പിന്നീട് വീട്ടിലേക്ക് കൃഷ്ണമാമയും ശ്രീദേവി അമ്മയും കൂടി വരികയാണ്. അപ്പോൾ മാലിനിയെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ മാലിനിയോട് ചോദിക്കുന്നുണ്ട് എവിടെ സുന്ദരി അച്ചമ്മയും ചോദിക്കുമ്പോൾ അവർ ശരത് സാറിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെ പറയണം. അങ്ങനെ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ കൃഷ്ണൻ അറിയുമ്പോൾ സുന്ദരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അവർ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി. പക്ഷേ സുന്ദരി ആ സമയത്ത് ഫോൺ അടിക്കുന്നതൊന്നും സുന്ദരി കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മാലിനി പറയുന്നുണ്ട്, മേഡം ഇപ്പോൾ ഫോണൊന്നും എടുക്കില്ല, മേഡത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, മേഡത്തിന് ഇപ്പോൾ അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാലിനി സുന്ദരി അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കൃഷ്ണൻ അതൊരു വിഷമം പോലെ ആവുന്നുണ്ട്. കാരണം ഒരിക്കലും സുന്ദരിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ പറ്റില്ല എന്ന് തന്നെ കൃഷ്ണന് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ മാലിനി സുന്ദരിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളതും സുന്ദരി കാരണമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു ദേഷ്യവുമാണ് മാലിനിക്കുള്ളത് എന്നൊക്കെ കൃഷ്ണന് മനസ്സിലാവാൻ കേട്ടോ. അച്ചമ്മ സുന്ദരിയോട് പറയുന്നുണ്ട്, ഇനി നീ ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, നിനക്ക് ഒരു ആൺതുണ കൂടിയേ തീരൂ, അതുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തി തരുന്ന ആ പയ്യനെ നീ സ്വീകരിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഒന്ന് വാശി പിടിച്ച് സംസാരിക്കുന്നുണ്ട് സുന്ദരിയോട്. അങ്ങനെ സുന്ദരി ഒന്നും മിണ്ടാതെ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്തിനെയും സുന്ദരിയെയും ഒന്നിപ്പിക്കണം എന്ന് തന്നെയാണ് അച്ചമ്മയും ഇന്ദുമതിയും കൂടി തീരുമാനിക്കുന്നത്. അങ്ങനെ അച്ചമ്മയോട് ഇന്ദുമതി പറയുന്നുണ്ട്, എൻ്റെ മോൾ ദേവിയെ കാണുന്നത് പോലെ തന്നെയാണ് ഞാൻ സുന്ദരി മോളെ കാണുന്നത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സുന്ദരിയെ എന്നൊക്കെ ഇന്ദുമതി അച്ചമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സുന്ദരിയെയും ശരത്തിനെയും ഒന്നിപ്പിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാവും കേട്ടോ. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.